നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെ 1201 ചിങ്ങമാസം 14-ാം തീയതി, അതായത് 2025 ഓഗസ്റ്റ് മാസം 30-ാം തീയതി, ശനിവാരം, ശനിയാഴ്ച. നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:33. നാളത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്ക് സുപരിചിതമാണ്. കാലത്ത് 9 മണി മുതൽ 10:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ആ 1.5 മണിക്കൂർ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥിയും പ്രായണ വെളുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും വെളുത്തപക്ഷത്തിലെ സപ്തമി തിഥി വളരെ സ്വീകാര്യമാണ്. നാളത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് 2:30 വരെ വിശാഖം നക്ഷത്രമാകുന്നു. 2:30 ശേഷം അനിഴം നക്ഷത്രമാണ്. അനിഴം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത വിശാഖം നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴമാകുന്നു. പുണർദം, വിശാഖം, പുനരുരുട്ടാതി. നാളത്തെ ദിനം ശനിയാണ്. അതിനാൽ ശനി ഹനുമാനുമായി ബന്ധപ്പെടുന്ന ശൈവറ്റ് ഗോഡ്സ് ആകുന്നു. ശരിക്ക് ശാസ്താവ് അയ്യപ്പൻ, വേട്ടക്കരൻ, മുത്തപ്പൻ, കരിയാത്തൻ, പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ഹനുമാൻ സ്വാമി, കിരാതമൂർത്തി, ഇതൊക്കെ ശനിയുടെ ദേവതകളാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകാം. അവിടെ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നിങ്ങൾക്ക് ചെയ്യാം. അപ്രകാരം തന്നെ വിഷ്ണുവിന് അല്ലെങ്കിൽ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്ത് നാളത്തെ ദിനത്തിന് ഹനുമാൻ സ്വാമിയുടെയും അല്ലെങ്കിൽ ശനീശ്വരൻ്റെ അനുഗ്രഹം വാങ്ങാം. മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം വാങ്ങാം. നാളത്തെ പ്രാർത്ഥന പ്രധാനമായും ശനിയാഴ്ചയാകയാൽ ഓം ശം ശനീശ്വരായ നമഃ അതിശക്തമായ മന്ത്രമാകുന്നു. നാളത്തെ ശുഭമുഹൂർത്തവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ രാഹുകാലം കഴിഞ്ഞുള്ള 10:30 മുതൽ 11:20 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്ന സമയമാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നാളത്തെ ദിനത്തിനില്ല. നല്ല നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് ശേഷം നക്ഷത്രത്തിന് ബലം കൂടും, കാരണം അനിഴം നക്ഷത്രമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.